ഇന്ന് നമ്മൾ ദിച്ചൂട്ടനെ വയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് മരുന്ന് മേടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് ഓട്ടോ വെയിറ്റ് ചെയ്ത് നിന്നു. ഓട്ടോ വന്നതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ വന്നു. പിന്നെ അവനെ വീട്ടിൽ നിന്നൊക്കെ നല്ല കരച്ചിലായിരുന്നു. എന്തായാലും വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു കേട്ടോ. പക്ഷേ നന്നായിട്ടൊരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും അവൻ തീരെ വയ്യാതായി. അപ്പം ഞാൻ വേഗം കുക്കു ചേച്ചീനെയും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വന്നിട്ട് അങ്ങനെ അവനെ ഉറക്കാൻ കിടത്തിയതാണ് കേട്ടോ. അവനാണെങ്കിൽ എന്നെ ഇങ്ങനെ കൊട്ടി ഉറക്കി കൊണ്ടിരിക്കുക. അപ്പോൾ ഉറങ്ങുണ്ടായില്ല. പിന്നെ അവൻ അങ്ങനെ കിടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങി. പിന്നെ എന്നെ നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ആൾ കിടക്കുന്നത്. വേറെ ഒന്നുമില്ല, ഞാൻ എണീക്കുമ്പോൾ അവനൊപ്പം എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് അറിയും. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മരുന്ന് കൊടുക്കാൻ വേണ്ടി ഞാൻ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കൊക്കെ ആൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെയും മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കും കുറേ സമാധാനമായി. തീരെ വയ്യാതിരുന്നതല്ലേ. കുഞ്ചുണ്ടെങ്കിൽ പിന്നെ ഇത്ര ടെൻഷനില്ല. അവൾ കൂടി ഇല്ലാണ്ടായപ്പോഴാണ് എനിക്കും ആകെ ഒരു ഇടങ്ങേറായത്.